ഹലോ എസ് എസ് സിയുടെ സ്റ്റെനോഗ്രാഫർ 2024 ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നുണ്ട്. എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് നമുക്ക് ജൂലൈ 26 ഇങ്ങനൊരു അപ്ഡേറ്റ് കാണാൻ പറ്റും. ആ ഒരു PDF-ൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒഫീഷ്യലി എസ് എസ് സി സ്റ്റെനോഗ്രാഫറിൻ്റെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ PDF ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എസ് എസ് സി സ്റ്റെനോഗ്രാഫർ പരീക്ഷയ്ക്ക് വേണ്ടത് +2 ആണ്. പിന്നീട് ഫസ്റ്റ് സ്റ്റേജ് എക്സാമിന് ശേഷം ഒരു സ്റ്റെനോഗ്രാഫർ സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും. അതും കൂടെ ക്വാളിഫൈ ചെയ്യുന്നവർക്കായിരിക്കും ഫൈനലി ജോലി കിട്ടുന്നത്. അപ്പം 2024 കുറേ ആൾക്കാർ ഈ സ്റ്റെനോഗ്രാഫർ എക്സാം തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സ്റ്റെനോഗ്രാഫി അറിയാവുന്നവർ, ഷോർട്ട് ഹാൻഡ് ലെറ്റേഴ്സ് ഒക്കെ എഴുതാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവർക്കുള്ള അപ്ഡേറ്റ് ആണ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് C&D എക്സാമിനേഷൻ 2024. ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 26/7/2024 മുതൽ 17/8 അടുത്ത മാസം 17-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ ഡേറ്റ്. ഇനി അതുപോലെ അറിയേണ്ട മറ്റു കാര്യങ്ങൾ, ഡേറ്റ് ഓഫ് വിൻഡോ ഫോർ ആപ്ലിക്കേഷൻ ഫോം കറക്ഷൻ 27/8 മുതൽ 28/8 2 ദിവസം. ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം നടക്കാൻ പോകുന്നത് ഒക്ടോബർ ടു നവംബർ 2024 ആണ്. ഒക്ടോബർ ടു നവംബർ. അപ്പം നമുക്കറിയാം, ഇപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറേ പരീക്ഷകൾ എസ് എസ് സിയുടെ CGL-ന്റെ പരീക്ഷ വരുന്നുണ്ട്. അതുകൂടാതെ സ്റ്റെനോഗ്രാഫറും ഒക്ടോബർ നവംബർ മാസങ്ങളിലായിട്ടാണ് സ്റ്റെനോഗ്രാഫർ എക്സാമിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം നടത്തി വെച്ചിരിക്കുന്നത്. ഇവിടെ ഇവർ സ്പെഷ്യലി ഒരു ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ, എന്തെങ്കിലും ഓൺലൈൻ ആപ്ലിക്കേഷൻ നിങ്ങൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യലായിട്ടൊരു ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 1800-309-3063. സാധാരണ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ ഇങ്ങനൊരു ടോൾ ഫ്രീ നമ്പറോ ഇങ്ങനൊരു സെഷനോ കാണാറില്ല. ഇത് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു നമ്പറാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. വേക്കൻസിയുടെ കാര്യം നോക്കാം. ടെൻറ്റേറ്റീവ് വേക്കൻസീസ് ദെയർ ആർ അപ്രോക്സിമേറ്റ് 2006 വേക്കൻസീസ്. ഇത് പ്രത്യേകിച്ച് എന്നിട്ട് പറയുന്നുണ്ട് 2006 വേക്കൻസി ആണെങ്കിൽ പോലും വേക്കൻസീസ് ഡ്യൂ ടൈമിൽ ഇനി ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് എടുത്ത് പറയുന്നുണ്ട്. ഇനി നമുക്ക് ഗ്രേഡ് C ഉണ്ട്, ഗ്രേഡ് D ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഒരുപക്ഷെ എല്ലാവർക്കും അറിയായിരിക്കും. നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ വഴി ഒന്നുകൂടെ നോക്കാം. ഏജ് ലിമിറ്റാണ് ഒരുപാട് പേര് നോക്കിയിരിക്കുന്നത്. ക്രൂഷ്യൽ ഡേറ്റ് ഫോർ ഏജ് റിക്കോർഡിംഗ് ഈസ് ഫിക്സഡ് ആസ് 1/8/2024. അപ്പം ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ക്രൂഷ്യൽ ഡേറ്റിന് അടുത്താണെങ്കിൽ നിങ്ങളുടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 1/8/2024 വെച്ചിട്ടാണ്. അപ്പോൾ ഗ്രേഡ് C സ്റ്റെനോഗ്രാഫർ ആണെങ്കിൽ 18 മുതൽ 30 വയസ്സ് വരെയാണ്. ജനറൽ കാറ്റഗറീസ് ആസ് ഓൺ 1/8/2024 30 വയസ്സ് വരെയുള്ളവർക്ക് ഗ്രേഡ് C സ്റ്റെനോഗ്രാഫറിൻ്റെ എക്സാമിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡേറ്റുകൾ, പിന്നെ ലാസ്റ്റ് ഡേറ്റും അല്ലെങ്കിൽ ഏതൊക്കെ ഡേറ്റ്സിനുള്ളിലാണ് ജനിച്ചിരിക്കേണ്ടതെന്നൊക്കെ ഇവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് D ആണെങ്കിൽ 18 മുതൽ 27 വയസ്സ് വരെയാണ്, 27 വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനിയും SC/ST കാറ്റഗറിക്ക് 5 വർഷവും OBC കാറ്റഗറിക്ക് 3 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ട്. ബാക്കി എല്ലാ കാറ്റഗറീസും നോർമലിയാണ്. അപ്പം 27 വയസ്സ് വരെ ഉള്ളവർക്കും 30 വയസ്സ് വരെ മാക്സിമം ഏജ് ലിമിറ്റ് നമുക്ക് പറയാം 30 ഇയേഴ്സ് വരെയാണ് മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയേണ്ടത് എന്താ, എക്സാം പാറ്റേൺ എന്താണ് എന്നാണ്. കുറേ പേര് എല്ലാവർക്കും എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ, എക്സാം പാറ്റേൺസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ സംശയം ഉണ്ടായിരിക്കും. കാരണം ഈ സ്റ്റെനോഗ്രാഫർ പരീക്ഷയെ സംബന്ധിച്ച് എല്ലാവരും, കുറേ ആൾക്കാർക്ക് മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു സ്റ്റെനോഗ്രാഫർ എക്സാമിനെ കൊണ്ട് അഡ്വാൻറ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം, SSC പ്രിപ്പയർ ചെയ്യുന്നവർ തന്നെ. ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് പാസ്ഡ് 12th സ്റ്റാൻഡേർഡ് +2 ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് സ്റ്റെനോഗ്രാഫർ എക്സാമിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട ബേസിക് ക്വാളിഫിക്കേഷൻ 12th ആണ്. പക്ഷേ നിങ്ങളുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1 കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റേജിലേക്ക് ഒരു സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും, സ്റ്റെനോഗ്രാഫർ സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും. ആ സ്കിൽ ടെസ്റ്റിൻ്റെ റിക്വയർമെൻറ്റ് നിങ്ങൾ ക്വാളിഫൈ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജോലി ഫൈനലിലേക്ക് കിട്ടുള്ളൂ. സോ ഇത് സ്റ്റെനോഗ്രഫി ഒക്കെ അറിയുന്നവർക്ക് വേണ്ടിയുള്ള സെപ്പറേറ്റ് എക്സാമാണ്. എങ്കിലും +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കെല്ലാം ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ എക്സാം പാറ്റേൺ ആണ് എല്ലാവരും കാത്തിരിക്കുന്നത് അല്ലേ. എക്സാം പാറ്റേണിലേക്ക് നോക്കാം. ആപ്ലിക്കേഷൻ ഫീ എല്ലാം നോർമലി ഉള്ളതുപോലെ തന്നെ 100 രൂപ തന്നെയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. എക്സാം സെൻറ്ററും നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും SSCയുടെ എക്സാമുള്ള നോർമലി എല്ലാ സ്ഥലങ്ങളിലും തന്നെ നമുക്കിതിൻ്റെ എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്. ഇനി സ്കീം ഓഫ് എക്സാമിനേഷൻ ആണ് നമുക്ക് നോക്കേണ്ടത്. സ്കീം ഓഫ് എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ 3 സബ്ജക്റ്റേ ഉള്ളൂ. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ. ഈ 3 സബ്ജക്റ്റേ ഉള്ളൂ. സാധാരണ ഉള്ള പോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇല്ല. സാധാരണ SSCയുടെ മറ്റ് പരീക്ഷകളെ പോലെയുള്ള മാത്സ് സബ്ജക്റ്റ് ഇല്ല. മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കാണുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് ഒരു തരത്തിൽ ആശ്വാസവും സ്റ്റെനോഗ്രഫി അറിയുന്നവർക്കും വേണ്ടിയാണ് ആക്ച്വലി ഈ ഒരു എക്സാം അല്ലെങ്കിൽ ഈ ഒരു സ്കീം യൂസ്ഫുൾ ആക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 50 മാർക്ക്, 50 ക്വസ്റ്റ്യൻസ് 50 മാർക്ക്. ജനറൽ അവയർനെസ് GK പാർട്ട് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ
ആണ് 100 മാർക്ക്, 100 മാർക്സ്. ഇംഗ്ലീഷ് കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ പ്രോപ്പർലി പഠിച്ച് നമുക്ക് ഇതിനകത്ത് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ 100 ടോട്ടൽ 200 ക്വസ്റ്റ്യൻസ് ആണ്. 200 ചോദ്യങ്ങൾക്ക് നമുക്ക് കിട്ടുന്ന ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. അതും നമുക്ക് മാത്സ് ഇല്ലാതെ, മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്, ആ ഒരു സബ്ജക്റ്റ് ഇല്ലാതെ നമുക്ക് 2 മണിക്കൂർ, 200 ചോദ്യം 2 മണിക്കൂർ. അതുപോലെ ഒരു ചോദ്യത്തിന് ഒരു ശരിയുത്തരം, ഒരു മാർക്ക് കിട്ടുമ്പോൾ നെഗറ്റീവ് മാർക്ക് 1/4 ആണ്. 0.25 മാർക്കാണ് ഇതിന് വരുന്ന നെഗറ്റീവ് മാർക്ക്. സിലബസിലൊന്നും വ്യത്യാസമില്ല. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, അതുപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ. ഇനി സ്കിൽ ടെസ്റ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് എക്സാം ക്വാളിഫൈ ആവുകയാണെങ്കിൽ സെക്കൻഡ് സ്റ്റേജിലാണ് സ്കിൽ ടെസ്റ്റ് വരുന്നത്. സ്കിൽ ടെസ്റ്റിനെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. റിക്വയർഡ് ടു അപ്പിയർ ഇൻ ദ സ്കിൽ ടെസ്റ്റ് ഫോർ സ്റ്റെനോഗ്രഫി. ദ കാൻഡിഡേറ്റ് വിൽ ബി ഗിവൺ one dictation for 10 minutes in English or Hindi as opted by the candidate at the speed of 100 words per minute. 100 words per minute എൻട്രി ചെയ്യേണ്ടി വരും സ്കിൽ ടെസ്റ്റിന് അപ്പിയർ ചെയ്യുമ്പോൾ. അതാണ് ക്വാളിഫൈ ചെയ്യേണ്ട വേർഡ്സ്. 100 വേർഡ്സ് പെർ മിനിറ്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് ഗ്രേഡ് സി ആൻഡ് 80 വേർഡ്സ് പെർ മിനിറ്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ഡി. അപ്പോൾ സ്റ്റെനോഗ്രഫി ഒക്കെ പഠിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പം മുതൽ തന്നെ നിങ്ങളുടെ പ്രാക്ടീസുകൾ സ്റ്റാർട്ട് ചെയ്യുക. ഇത്രയും ഒരു സ്പീഡിൽ നിങ്ങൾ എത്താൻ വേണ്ടി നല്ല രീതിയിലുള്ള പ്രാക്ടീസ് വേണം. സ്റ്റെനോഗ്രഫിയൊക്കെ നേരത്തെ പഠിച്ചിരിക്കുന്നവർക്കാണ് ഇതിനകത്ത് വളരെയധികം ചാൻസ് ഉള്ളത്. സോ നിങ്ങൾ സ്റ്റെനോഗ്രഫിയൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷനും നിങ്ങളുടെ ഈ സ്കിൽ ടെസ്റ്റിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനും സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തോളുക. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മുമ്പിൽ ആദ്യം എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.